എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിലേക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശ് ആണെന്ന് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. വളരെ പെട്ടെന്നാണ് ജഗത് സമയങ്ങളൊക്കെ പോകുന്നത്. ഒരു മാസം മുൻപാണ് ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും ഒക്കെ മേൽ താരിഫ് ഏർപ്പെടുത്തുന്നത്. അന്ന് ഒരു മാസത്തെ വലിയ പ്രശ്നങ്ങളാവുകയും ഒരു മാസത്തേക്ക് ഒരു ബ്രേക്ക് കൊടുത്തിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കാം, അത് നിങ്ങൾ സമയമെടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് മുതൽ US ഈ രാഷ്ട്രങ്ങൾക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നുണ്ട്. ജഗത്, നമ്മൾ ഈ വിഷയം അന്ന് സംസാരിച്ചതാണ്. അന്ന് ജഗത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് താരിഫ് ഏർപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിന് അതിന് കുറച്ച് പൊളിറ്റിക്കൽ റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, ക്രോസ് ബോർഡർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടാവുന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു തരത്തിലും ഒരു ജാഗ്രത കുറവ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ നയങ്ങൾ രൂപീകരിക്കണം, പെട്രോളിംഗ് ആരംഭിക്കേണ്ടതുണ്ട്, കൃത്യമായി രാഷ്ട്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്നൊക്കെ ഒരു സൂചന, അല്ലെങ്കിൽ ട്രംപിന്റെ വക ഒരു അറിയിപ്പാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു പേടിപ്പെടുത്തൽ. നോക്കൂ ജഗത്, ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ താരിഫ് പരിപാടികൾ ആരംഭിക്കുമെന്നാണ് US നിന്ന് കിട്ടുന്ന ഒഫീഷ്യൽ റിപ്പോർട്ട്സ്. ഈ രാഷ്ട്രങ്ങൾ ഇവയൊക്കെ ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ ട്രംപിന്റെ മറ്റേതെങ്കിലും ഉള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ്? എന്താണ് നിലവിൽ താരിഫ് ഏർപ്പെടുത്താൻ ഉണ്ടാവുന്ന സാഹചര്യം? എന്തൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത്? നിലവിലെ സാഹചര്യം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് അന്ന് കൊടുത്ത വാക്കുകൾ പൂർണ്ണമായി പാലിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിന്റെ ഒരു പ്രസ്താവന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം വെറും വാഗ്ദാനം മാത്രമാണ് കൊടുത്തതെന്നാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പൊ നമ്മളത് ഒന്ന് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ആക്ടിവിറ്റീസിന്റെ പുറത്ത് അവര് റെസൊല്യൂഷൻ എടുത്തേക്കുന്നത്. അന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രോസ് ബോർഡർ വയലേഷൻസ് ആണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണെങ്കിലും ഡ്രഗ് ട്രാഫിക്കിംഗ് ആണെങ്കിലും ഇങ്ങനത്തുള്ള ചില സീരിയസ് കൺസേൺസ് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ടാരിഫ് റിട്ടാലിറ്ററി ആയിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് അവര് ഈ ടാരിഫിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ച സമയത്ത് കാനഡയും മെക്സിക്കോ ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഈ ഡേറ്റ്സ് അടുത്ത് വരുന്നതോടുകൂടി ബിസിനസിന്റെ കയ്യിൽ നിന്ന് പ്രഷർ കൂടിയപ്പോൾ ഇവർ രണ്ടുപേരും ട്രംപുമായിട്ട് മീറ്റ് ചെയ്യും. അവര് ഒരു ബയലാട്രൽ ഒരു ടോക്ക് നടത്തിയ ശേഷം ഈ ട്രംപിന്റെ കണ്ടീഷൻസ് എല്ലാം അൺകണ്ടീഷണൽ ആയിട്ട് ഞങ്ങൾ ചെയ്തോളാം, ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങളെല്ലാം വരുത്താം എന്ന് പറഞ്ഞ ശേഷം ഇവരെല്ലാം അതിനെ ഇന്ന് പിൻവാങ്ങുന്നതായിട്ടാണ് നമുക്കിപ്പം ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്. ആ ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം അന്ന് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ രണ്ട് കൺട്രീസും ബോർഡറിൽ ട്രൂപ്സിന് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത്. കാനഡ അതിനുവേണ്ടി ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. കാരണം കാനേഡിയൻ ട്രൂപ്സിനെ US ബോർഡറിൽ ഡിപ്ലോയ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ചെയ്തിട്ടില്ല. പകരം അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബക്ക് ബോർഡറിൽ നിന്ന് കുറച്ച് ഒണ്ടാരിയോയുടെ ബോർഡറിലേക്ക് കുറച്ച് ഡ്രോൺ സർവെയിലൻസ് നടത്തുക എന്നുള്ള ഒരു പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചത്. ട്രംപ് അതിനെ പുച്ഛിച്ച് വിമർശിച്ച് തള്ളിക്കളഞ്ഞു. കാരണം നിങ്ങളെടുത്ത് ട്രൂപ്സിന് നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ ട്രൂപ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രോൺ പറത്തുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. കാരണം ഡ്രോണിന് ആള് ഒരു ബോർഡറിന്റെ സൈഡില് ഒരു പട്ടാളക്കാരൻ നിൽക്കുന്ന പോലെ അല്ല ഒരു ഡ്രോണിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡ്രോൺ ഇപ്പൊ ഒരാൾ കടന്നു പോയാലും അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാന്നല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടുന്ന് പോലീസും വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ആള് കയറിപ്പോയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കാനഡയില് അസൈലം സീക്കേഴ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ടും അവരൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലൊന്നും എത്തിയിട്ടില്ല. അവര് 1,00,000 മേളിൽ അസൈലം സീക്കേഴ്സിന് കാനഡ അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞ് അവരൊരു 50,000 ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ട്രംപിന് സ്വീകാര്യമല്ല. കാരണം ഈ അസൈലം സീക്കേഴ്സ് ആയിട്ട് കാനഡയിൽ വന്ന ശേഷം പിന്നീട് അവര് കാനഡയിൽ അസൈലം കിട്ടി അവിടുത്തെ സിറ്റിസണോ എല്ലാം ആയ ശേഷം പിന്നെ US കിടക്കുന്ന പ്രവണതയും ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും കാനഡ അഡ്രസ് ചെയ്തില്ല. കാരണം കാനഡ വളരെ ഡിസ്മിസീവ് ആയിട്ടുള്ള ലെവലിലാണ് ട്രംപിന്റെ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ ഇപ്പം ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു കെയർ ടേക്കർ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ട്രൂഡോ ഇരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ട്രൂഡോയ്ക്ക് തന്നെ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വളരെ പ്രഷറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പം ഹീസ് കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ട്രംപ് പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പോവുമോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാനഡയുടെ ആൾക്കാരുടെ അപ്രീതി പിടിച്ചു പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ലിബറേറ്റീവ് അങ്ങനത്തെ ഉള്ള ഒരു ഇതിനകത്താണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു ലിബറൽ വ്യൂ സ്റ്റാൻഡ് പോയിന്റ് ആണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ
ഹി ഈസ് വെരി ക്ലിയർ. ഞാൻ അന്നേ ആദ്യത്തെ നമ്മുടെ സംഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി വെറും വാക്ക് പറയാറില്ല, പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ പുള്ളി ചെയ്യും. ഇവിടെ വീഴ്ച സംഭവിച്ചത് കാനഡയുടെ ഈ നയപരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ അത്രയും വേഗതയിൽ കാനഡയ്ക്ക് ചിലപ്പോൾ ട്രൂപ്സിന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയെന്നിരിക്കുന്നില്ല. കാരണം കാനഡ ഒരു വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ആംഡ് ഫോഴ്സ് തന്നെ വളരെ ചെറിയ നമ്പറാണ് വെൻ കമ്പയർ ടു US മിലിറ്ററി ഒക്കെ പോകുമ്പോൾ. അപ്പൊ അതനുസരിച്ച് അത്രയും ട്രൂപ്സിന് ചിലപ്പോൾ മൊബിലൈസ് ചെയ്യാനുള്ള ലോജിസ്റ്റിക്സ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം ട്രൂഡോയ്ക്ക് ഇവിടെ ബോർഡറിൽ ആളെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ എന്നിരുന്നാലും പിന്നീട് ട്രംപ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ടാക്സ് എന്ന് പറഞ്ഞൊരു പുതിയ ടാക്സ് കാനഡ ഇപ്പം US ടെക് ഫോംസിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു 3% ഡിജിറ്റൽ ടാക്സ്. അത് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാനഡയിലെ കമ്പനികൾ US കമ്പനികൾ കാനഡയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 3% അഡീഷണൽ ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീരെ പറ്റത്തില്ല. കാരണം അത് US ഒരു ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ലാർജ് എക്കോണമിയാണ്. അപ്പൊ അത്രയും വലിയ സർവീസ് കാനഡയിൽ US കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അങ്ങനെ 3% ടാക്സ് അടിക്കുക എന്നുള്ളത് US സംബന്ധിച്ചിടത്തോളം തീരെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. പിന്നെ ഇതിനകത്ത് ഒരു സൂചന അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എത്ര താരിഫ് നിങ്ങൾക്ക് അടിക്കുന്നുണ്ടോ അതിന് റെസിപ്രോക്കേറ്റീവ് ആയിട്ട് നിങ്ങൾ താരിഫ് ചെയ്യണം. അതിനും തയ്യാറല്ല. കാരണം ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പൊ കാനഡയും US ആയിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിന് പുറത്തുള്ള രാജ്യത്ത് നിന്ന് കാനഡയിൽ എസ്പെഷ്യലി US മിൽക്ക് പ്രൊഡക്ട്സിന് 200-ലധികം പെർസെന്റേജ് താരിഫാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതൊരു വലിയ എമൗണ്ട് താരിഫാണ്. അത് പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അവരെത്ര ചാർജ് ചെയ്യുന്നു, അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ട്രംപ് 25% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ട്രംപ് ഈ കണക്കിന് 200% കാനഡയുടെ പ്രൊഡക്ട്സിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ചോദ്യവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അവര് വിശ്വസിക്കാത്തതിന്റെ കാരണമായിട്ടാണ് ഈ ടാരിഫുമായിട്ട് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെയിം കേസ് തന്നെയാണ് മെക്സിക്കോയിലും. അവിടെ ഒരു ലിബറൽ സോഷ്യൽ ഡെമോക്രാറ്റ് ആണ് അവിടെയും ഭരിക്കുന്നത്. അപ്പം ഇവര് തമ്മിലുള്ള പൊളിറ്റിക്കൽ വിഷനിൽ തന്നെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. മെക്സിക്കോയും ട്രംപിന്റെ വാദഗതികളെ സപ്പോർട്ട് ചെയ്തില്ല. മെക്സിക്കോയും കാര്യമായിട്ടുള്ള രീതിയിൽ ട്രൂപ്സിലൊന്നും ഡിപ്ലോയ് ചെയ്യാത്ത കാരണം US ട്രൂപ്സ് തന്നെയാണ് ഇപ്പം US ബോർഡർ നോക്കുന്നത്. പിന്നെ മെക്സിക്കോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിമൈനിങ് മെക്സിക്കോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെക്സിക്കോ എന്നുള്ള കടന്നുകയറ്റം ഇപ്പൊ ഗണ്യമായിട്ട് കുറഞ്ഞു. കാരണം അതിന്റെ മെക്സിക്കോയ്ക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. US എൻഫോഴ്സ് ചെയ്യുന്ന കാരണം മെക്സിക്കോയിൽ നിന്ന് കടന്നു കയറുന്നു. പിന്നെ മെക്സിക്കോ ചെയ്തിട്ട് പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ വിസ ഓൺ അറൈവൽ ചിലിയും പെറു തുടങ്ങിയ വെനിസ്വേലയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് മെക്സിക്കോയിൽ വിസ ഓൺ അറൈവൽ ഉണ്ടായിരുന്നു. അത് അവര് റിവോക്ക് ചെയ്തെന്നാണ് എനിക്കിപ്പോ കിട്ടിയ ഒരു വിവരം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും മെക്സിക്കോയിൽ വന്നിട്ട് അവിടുന്ന് US കടന്നു കയറാനുള്ള ഒരു പ്രവണതയും ഇല്ലാതാക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ടോട്ടൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എടുത്ത കാര്യങ്ങൾ പ്രൊആക്റ്റീവ് അല്ല എന്നാണ് ട്രംപിന്റെ ഭാഗം. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഒന്ന്, ഈ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പൊ മെക്സിക്കോ ആയാലും കാനഡ ആയാലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യം അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു രാഷ്ട്രങ്ങളല്ല. അപ്പോൾ നിലവിൽ ഈ താരിഫ് ഏർപ്പെടുത്തുന്നു, അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും എന്ന കാര്യത്തിൽ പൂർണ്ണമായ ധാരണയും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാവുക? ഇതിനൊരു പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനൊരു എക്കോണമിക്കൽ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പൊ ഇതിനൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടതില്ലേ നമ്മൾ? ഇത് കാനഡയുടെ ഭാഗത്തുനിന്ന് അവര് ഒരു റിട്ടാലിയേഷൻ ആയിട്ട് ഒരു 150 ബില്യൺ വർത്ത് ഓഫ് പ്രോഡക്ട്സിന് അവര് ടാരിഫ് റേസ് ചെയ്യുന്നുള്ള ഒരു ഇതാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞ മാസം തന്നെ ട്രംപ് ഇവിടുത്തെ സ്റ്റീൽ ആൻഡ് അലുമിനിയം പ്രോഡക്ട്സിന് ടാരിഫ് റേസ് ചെയ്തിട്ടുണ്ട് 25%. അപ്പൊ അതിനുശേഷം ഇനി ഒരു അഡീഷണൽ 25% ടാരിഫും കൂടെ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് അടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കാനഡയിൽ നിന്നും US സ്റ്റീൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 50% അഡീഷണൽ കോസ്റ്റ് വരും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ കാനഡയിൽ നിന്ന് സ്റ്റീൽ ആരും വാങ്ങിക്കത്തില്ല. അപ്പൊ വേറെ രാജ്യത്ത് നിന്ന് US അവര് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കാനഡയിലെ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് അത് മോശം. അതുപോലെ തന്നെ കാനഡയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് ലോഗിംഗ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. വുഡ് പ്രോഡക്ട്സിനും ടാരിഫ് കൂട്ടുന്നതിനെ പറ്റി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു ആലോചനയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കാനഡയ്ക്ക് വലിയ തിരിച്ചടിയാവും. കാരണം കാനഡയിലെ കാനഡയിലെ ഏറ്റവും കൂടുതലുള്ള റിസോഴ്സ് ആണ് വുഡ് മരങ്ങൾ. അപ്പൊ അതിനെയും ഇത് വ്യക്തമായിട്ട് ബാധിക്കും.
കാരണം US-ലും കാനഡയിലൊക്കെ ഇവിടെ മരം വെച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ വീടുണ്ടാക്കുന്നത്. കോൺക്രീറ്റ് വീടുകൾ കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അങ്ങനത്തെ ഒരു കാര്യം വരുന്ന സമയത്ത് ഈ വുഡിനും ഈ സ്റ്റീലിനും ഒക്കെ താരിഫ് വരുന്ന വെച്ചാൽ കാനഡയുടെ എക്കണോമിയുടെ ബാക്ക് ബോണിനെ തന്നെ അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ കാനഡ ഏറ്റവും കൂടുതൽ കയറ്റിവിടുന്നത് ഗ്യാസ് ആൻഡ് എനർജി പ്രോഡക്ട്സ് ആണ്. അതിന് ഓൾറെഡി 10% താരിഫ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫർദർ അത് ഇൻക്രീസ് ചെയ്യത്തില്ലെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം അത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. കാനഡ ഇവിടെ ചെയ്യുന്ന ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ ഇപ്പം കനേഡിയൻ നാഷണലിസ്റ്റ് ഒരു വികാരം ആളി കത്തിക്കാനാണ് ഇവിടെ കാനഡയിൽ ഇപ്പം ശ്രമിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ വലിയ പ്ലക്കാർഡുകളും ബോർഡുകളും ഒക്കെ റൈസ് ചെയ്ത ശേഷം അവർ പറയും ദിസ് ഈസ് പ്രൗഡ്ലി റൺ ബൈ കനേഡിയൻ ആൻഡ് ദിസ് ഈസ് കനേഡിയൻ ബിസിനസ് എന്നുള്ള രീതിയിൽ വലിയ വലിയ ബോർഡുകളൊക്കെ അവിടെ വെക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ ഒക്കെ ലേബൽസിലും അവിടെ അതിനകത്തൊക്കെ ഓൺഡ് ബൈ കനേഡിയൻ കോർപ്പറേഷൻ, ഫുള്ളി റൺ ബൈ കനേഡിയൻ പ്രോഡക്ട്സ് അല്ല, അങ്ങനത്തെ ഉള്ള പല ഇതും വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈവൻ US കമ്പനികൾ പോലും ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇപ്പം പെപ്സിക്കോ അല്ലെ അങ്ങനത്തെ വലിയ കമ്പനികൾ പോലും മെയ്ഡ് ഇൻ കാനഡ എന്നൊക്കെ ഉള്ള ലേബലുകൾ ഇപ്പം വലുതായിട്ട് കാനഡയുടെ സിമ്പിളായ മേപ്പിൾ ലീഫിന്റെ ആ ഒരു സിമ്പിൾ വലുതായിട്ട് പാക്കറ്റ്സിലും പ്രോഡക്ട്സിന്റെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കനേഡിയൻസിന്റെ പല ഗ്രൂപ്പുകളും വന്ന ശേഷം അതിനകത്ത് കാനഡയുടെ പ്രോഡക്ട്സ് ഏതാണെന്ന് കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്ത ശേഷം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വരുന്നുണ്ട്. ബട്ട് എനിക്കിത് തോന്നുന്നില്ല. കാരണം ഇതിപ്പം ഇപ്പോഴത്തെ ഈ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയിൽ നമ്മളിപ്പം ഒരു ദേശീയവാദവും പ്രാദേശികവാദവും ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ലൂസേഴ്സ് ആയിരിക്കും. വാർ വന്നു കഴിഞ്ഞാൽ ആരും വിന്നേഴ്സ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വലിയ രീതിയിൽ ഇപ്പൊ പറഞ്ഞ ജനങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്കാണെങ്കിലും ബിസിനസ്സുകളുടെ ഒരു അഭിവൃദ്ധിക്കാണെങ്കിൽ എല്ലാ രീതിയിലും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ബട്ട് ഇപ്പം ഇവിടെ US-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എക്കണോമിയാണ്. അപ്പൊ അവർക്ക് എവിടുന്ന് വേണമെങ്കിലും ചീപ്പായിട്ട് പ്രോഡക്ട്സ് സോഴ്സ് ചെയ്യാൻ പറ്റും. ബട്ട് കാനഡയോ മെക്സിക്കോ പോലെ US-ന്റെ അപ്പുറവും കിടക്കുന്ന US-നെ ആശ്രയിച്ച് നിൽക്കുന്ന എക്കണോമീസിന് അത് വൻ ദോഷം ഉണ്ടാക്കും. കാരണം ഇപ്പൊ തന്നെ കാനഡയിൽ എസ്പെഷ്യലി ഇൻഫ്ലേഷൻ ഒക്കെ വെരി ഹൈ ആണ്. ഇതിന്റെ കൂടെ ഈ ടാരിഫും ട്രേഡ് വാറും ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, എസ്പെഷ്യലി കാനഡയിൽ ഇനിയിപ്പം ഇലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 5-6 മാസം മിനിമം കഴിയും. ഒക്ടോബർ ആവാതെ ഇലക്ഷൻ നടക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഫർദർ ഇവിടുത്തെ ഉള്ള ഈ ഒരു എക്കണോമിക് സിറ്റുവേഷൻ വേഴ്സൺ ആവുമെന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും ജഗത്, അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഇതിനൊരു പൊളിറ്റിക്കൽ വശമുണ്ട്. മെക്സിക്കോയും കാനഡയും ട്രംപിന്റെ വാക്കുകളെ മുഖവിലേക്ക് എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു റിവേറ്റ് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഒരു പിന്നോട്ട് പോക്ക് US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും വലിയ രീതിയിൽ കാനഡ ഇത് അഫക്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതൊരു വലിയ പ്രശ്നമാണ്. ഹൂസ് ദ ലീഡർ, ഹൂസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ നേഷൻ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ ഒക്കെ വളരെ കൂടിയ സാഹചര്യത്തിൽ ഇങ്ങനെ താരിഫ് കൂടെ വരുന്നത്. ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. 1 മാസത്തെ ഇടവേള കൊടുത്തിരുന്നു. പക്ഷെ പ്രോപ്പറായി ഈ രാഷ്ട്രങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് താരിഫ് വീണ്ടും റീഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഇതിന്റെ കൂടുതൽ എത്രത്തോളം ഇതിന് ഗ്രാവിറ്റി ഉണ്ടെന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് നന്ദി ജഗത്. താങ്ക് യു സോ മച്ച്.